Disclaimer. We are not SEBI registered. All videos and content shared on this channel are strictly for educational purposes only. Please consult a SEBI registered financial advisor before making any investment decisions. Trading and investing involve risk. This is not financial advice. ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും എസ്കെ ട്രേഡിംഗ് സോണിലേക്ക് സ്വാഗതം. നമുക്ക് നാളത്തേക്ക് നോക്കാൻ പറ്റിയ ഒരു സ്റ്റോക്ക് നമുക്ക് നോക്കാം. ടെക്നിക്കലി നമുക്ക് ബ്രേക്ക് ഔട്ട് ഉണ്ടോ, എവിടെ നിന്നാണ് എൻട്രി എന്നുള്ളതൊക്കെ നമുക്ക് ചാർട്ടിൽ പോയിട്ട് നോക്കാം. കൂടാതെ നമ്മൾ പറഞ്ഞിരുന്നു ഇന്നലെ ഒരു മാനിപ്പുലേഷൻ ആയിട്ടുള്ള ഒരു മാർക്കറ്റ് ആയിരുന്നു എന്നുള്ളത്. അതിൻ്റെ കറക്റ്റായിട്ടുള്ള എക്സാമ്പിളാണ് ഇന്ന് കണ്ടത്. ഇന്ന് കണ്ടില്ല, നമുക്ക് 24,000 മുകളിൽ ഇന്ന് നിഫ്റ്റി ക്ലോസ് ചെയ്തു. പക്ഷെ ഇന്നലെ ആ ഒരു ഫാള് വന്നത് മെയിനായിട്ടുള്ള ഓപ്ഷൻ ട്രേഡ് കാരണം കൊണ്ടാണ്. അതായത് ഇന്നലെ നിഫ്റ്റി എക്സ്പയറി ആയിരുന്നു. അപ്പോൾ ചിലപ്പോൾ ഒരുപാട് ഹ്യൂജ് പ്ലെയേഴ്സൊക്കെ 24,000 ഷോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ക്ലോസിങ് അങ്ങനെ വന്നത്. കൂടാതെ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ബാങ്കിങ് സ്റ്റോക്കിൽ നല്ലൊരു മൂവ്മെൻറ്റ് കണ്ടു. HDFC ബാങ്ക്, ICICI ബാങ്ക്, അങ്ങനെയുള്ള ബാങ്കിങ് സ്റ്റോക്കുകളിൽ ആണ് ഇന്നൊരു നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടിയത്. അല്ലാണ്ട് വേറെ മേജർ ഇൻഡെക്സുകളൊന്നും അത്രയ്ക്ക് മൂവ് ചെയ്തിട്ടില്ല. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ബാങ്ക് നിഫ്റ്റി മൂവ് ചെയ്ത കൊണ്ടാണ് നിഫ്റ്റി ഇന്ന് ഒരു നല്ലൊരു മൂവ്മെൻറ്റ് തന്നത്. കാരണം പൊതുവേ അങ്ങനെയുള്ള സ്റ്റോക്കുകളിൽ വെയിറ്റേജ് നോക്കുമ്പോൾ HDFC ബാങ്കിലൊക്കെ നല്ലൊരു വെയിറ്റേജ് ഉള്ളതാണ്. അപ്പോൾ അതൊക്കെ ബൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാർക്കറ്റിൽ നല്ല രീതിയിൽ മേലോട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ്. നിഫ്റ്റി ബാങ്ക് നല്ല രീതിയിൽ പോവും. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ നിഫ്റ്റിയും പോവും. സ്മോൾ ക്യാപ്പിലധികം ബൈയിങ് വന്നിട്ടില്ലെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിഫ്റ്റി ഒരു 1% അടുത്ത് 0.83% ആണെന്ന് നിഫ്റ്റി മൂവ് ചെയ്ത്. ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ 1.69, ഏകദേശം നല്ല രീതിയിലൊരു മൂവ്മെൻറ്റാണ് ബാങ്ക് നിഫ്റ്റിയിൽ തന്നത്. നമുക്ക് ചാർട്ടിലോട്ട് പോകാം. ചാർട്ടിലോട്ട് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഇമ്മീഡിയറ്റ് റിക്കവറി അവിടെ നിന്ന് ഇല്ലയെന്നുണ്ടെങ്കിൽ മിക്കവാറും ഈ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എടുത്തിട്ട് മേലോട്ട് കയറും എന്നുള്ളത്. അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ തന്നെയാണ് ഇന്നത്തെ മാർക്കറ്റ്. നമ്മൾ ഇന്നലെ പ്രതീക്ഷിച്ചിരുന്ന 24,000 മുകളിൽ താഴെ ഇന്നലെ ക്ലോസ് ചെയ്തപ്പോൾ തന്നെ നമ്മൾ വിചാരിച്ചിരുന്ന ഇന്നൊരു മൂവ്മെൻറ്റ് കിട്ടും എന്നുള്ളത്. അതുപോലെ തന്നെ ഇമ്മീഡിയറ്റുള്ള ഒരു മൂവ്മെൻറ്റ് നമുക്ക് 24,000 മുകളിൽ നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു പോസിറ്റീവായിട്ടൊരു ഘടകമാണ്. ഇനി നമുക്ക് വരുന്ന റെസിസ്റ്റൻസ് പറഞ്ഞ ഈ ഒരു ബ്ലൂ ലൈനാണ്. ഒരു 24,600 റേഞ്ചൊക്കെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റിയിൽ നമുക്ക് നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ സപ്പോർട്ടായിട്ട് വരുന്നത് ഈ ഒരു ലൈൻ സപ്പോർട്ടാണ്. കൂടാണ്ട് ഈ ഒരു ട്രെൻഡ് ലൈനും നമുക്ക് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. രണ്ടാമതൊരു സ്മോൾ ക്യാപ്പാണ്. സ്മോൾ ക്യാപ്പ് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു നിഫ്റ്റിനേക്കാളും കുറച്ചുകൂടി സ്ട്രെങ്ത് സ്മോൾ ക്യാപ്പാണ് എന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ട്. ഈ റേഞ്ച് ചിലപ്പോൾ റീടെസ്റ്റ് ചെയ്തിട്ട് മേലോട്ട് പോകും എന്നുള്ളത്. ഈ ലൈൻ നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്. ഏകദേശം ചെറുതായിട്ടൊരു വിക്ക് താഴത്തോട്ട് വന്ന് അവിടെ നല്ലൊരു ബൈയിങ് പ്രഷർ വന്നു. ഏകദേശം ഒരു നല്ലൊരു ക്ലോസിങ് തന്നെ ഇന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകൾ നമുക്ക് നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടാനും സാധ്യത കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നലെ ഒരു സ്റ്റോക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റോക്ക് ഗാന്ധാർ എന്ന് പറഞ്ഞ സ്റ്റോക്ക് ഇന്നൊരു മൈനസിലാണ് ഈ സ്റ്റോക്ക് ക്ലോസ് ചെയ്തത്. നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റോക്കിൻ്റെ എൻട്രി ആയിട്ടില്ല. നമ്മൾ പറഞ്ഞ എൻട്രി 185 എബോവാണ് നമ്മൾ എൻട്രി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ എൻട്രി നമുക്കിന്ന് കിട്ടിയിട്ടില്ല. പക്ഷേ സ്റ്റിൽ ആ ഒരു റേഞ്ച് ഹോൾഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇന്നലെ പറയുന്നത് ചിലപ്പോൾ ഫ്യൂ മന്ത്സ് ഒക്കെ ആ റേഞ്ച് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മേലോട്ടുള്ള റാലി വളരെ പവർഫുൾ ആയിരിക്കും എന്നുള്ളത്. പക്ഷേ നമുക്ക് ആ റേഞ്ചിൽ തന്നെ നിന്നിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഒരു ബൈയിങ്ങിൻ്റെ വോളിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നല്ലൊരു വോളിയം കയറി വരുന്നുണ്ട്. അപ്പോൾ അത് ഒരു നല്ലൊരു സൈനാണ് കാണുന്നത്. ചില സമയങ്ങളിൽ ഇവിടുന്ന് ഒരു ഫേക്ക് ഔട്ട് പോലെ വരും. ചിലപ്പോൾ ഒരുപാട് പേർക്ക് ഇങ്ങനെ ഒരു അക്യുമുലേഷൻ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് ഒരു എൻട്രി എടുക്കും. അപ്പോൾ ഒരിക്കലും അങ്ങനെ എൻട്രി എടുക്കേണ്ട, നമുക്ക് ബ്രേക്ക് ഔട്ട് നടക്കുമ്പോൾ എൻട്രി എടുത്താൽ മതി. ചില സമയങ്ങളിൽ ബ്രേക്ക് ഔട്ട് ഫേക്ക് ബ്രേക്ക് ഔട്ട് തന്ന് വീണ്ടും താഴത്തോട്ട് കൊണ്ട് പിന്നെ നല്ലൊരു മൂവ്മെൻറ്റ് മേലോട്ട് തരും. അതൊരുപാട് ചാർട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ബ്രേക്ക് ഔട്ടുകൾ എൻട്രി എടുക്കാൻ ഒരു പ്രത്യേക ഒരു നാക്ക് വേണം. അല്ലാണ്ട് പെട്ടെന്ന് നമ്മൾ ചാടിക്കറി എൻട്രി എടുക്കരുത്. പിന്നെ ആ പൊസിഷൻ സൈസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനെ എൻട്രി എടുക്കുമ്പോൾ. അപ്പോൾ നമുക്ക് വലിയ ലോസ് വരാണ്ടാകുന്നത് അടി തപ്പാനും പറ്റും. ചില സമയങ്ങളിൽ ഇങ്ങനെ നല്ല വോളിയൊക്കെ കയറി വന്ന് അവരായിട്ട് തന്നെ അത് നമുക്കൊരു ഫേക്ക് ബ്രേക്ക് ഔട്ട് തന്ന് സ്റ്റോക്കിനെ താഴത്തോട്ട് കൊണ്ടുപോയിട്ട് പിന്നെ ഒരു മൂവ്മെൻറ്റ് മേലോട്ട് തന്ന് ആ ഒരു ആൾക്കാരെയൊക്കെ അതൊന്ന് എക്സിറ്റ് ചെയ്യിപ്പിച്ചിട്ട് നല്ല ബിഗ് പ്ലെയേഴ്സൊക്കെ കളിക്കുന്നൊരു കളിയാണ് അത്. നമുക്ക് ചാർട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം. ചാർട്ടും വോളിയം വെച്ച് അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഈസി ആയിട്ട് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. കുറച്ച് നാൾ നമ്മളിങ്ങനെ എക്സ്പീരിയൻസ് ആയിട്ട് ഇരിക്കണം എന്നുള്ളൂ മാർക്കറ്റിൽ. പെട്ടെന്ന് നമ്മൾ മാർക്കറ്റിൽ വന്ന് ഒരു വർഷം കൊണ്ടല്ല സ്റ്റോക്ക് മാർക്കറ്റ് പഠിക്കാമെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുന്ന ആൾക്കാരൊക്കെ വെറുതെയാണ്. അങ്ങനെ പഠിക്കാൻ പറ്റില്ല. ഇത് പ്യൂറായിട്ടുള്ള ടെക്നിക്കൽ അനലൈസിസും അതുപോലെ വോളിയം അനലൈസിസൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. നമുക്ക് 100% പ്രോബിലിറ്റി കിട്ടില്ല, എന്നാലും ഒരു 50%-ൻ്റെ ഒക്കെ നമുക്കൊരു ചാൻസ് കിട്ടും. ഇങ്ങനെ നമുക്ക് നോക്കി കുറേ നാളിങ്ങനെ പഠിക്കുമ്പോൾ. അപ്പോൾ അത് നമ്മൾ ട്രേഡിങ്ങിൽ വന്നിട്ട് 1 വർഷം 2 വർഷം കഴിഞ്ഞിട്ട് ഞാനും കൂലിയായി എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. നമുക്ക് ട്രേഡിങ്ങിൽ ഒരുപാട് നാൾ നിൽക്കണം. ഒരു 5-6 വർഷമൊക്കെ നിൽക്കുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ശരിയായിട്ടുള്ള ഒരു സൈക്കോളജി ആണെങ്കിലും ഈ ചാർട്ടാണെങ്കിലൊക്കെ റീഡ് ചെയ്യാനൊക്കെ ഒരു ഐഡിയ കിട്ടുള്ളൂ. പക്ഷേ ഈ സ്റ്റോക്ക് സ്റ്റിൽ നമുക്ക് ഒരു നല്ലൊരു റേഞ്ചിലാണ് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റിയ ഒരു റേഞ്ചാണ്. ഈ റേഞ്ചിൻ്റെ ഹോൾഡ് ചെയ്യാനല്ല, ബ്രേക്ക് ഔട്ട് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യാം.
നമുക്ക് നാളത്തേക്ക് നോക്കാൻ പറ്റിയൊരു സ്റ്റോക്ക് മെട്രോപോലീസ് എന്നൊരു സ്റ്റോക്കാണ്. ഈ ഒരു സ്റ്റോക്ക് ഹെൽത്ത് കെയർ സെക്ടറിൽ പെട്ടൊരു സ്റ്റോക്കാണ്. പൊതുവേ നമുക്ക് നോക്കിക്കറിഞ്ഞറിയാം ഒരു ഫാർമ സ്റ്റോക്കുകളൊക്കെ ഒരു മൂവ്മെൻറ്റും കിട്ടുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ചയ്ക്ക് മുമ്പ് നമ്മുടെ പ്രൈവറ്റ് ഗ്രൂപ്പിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫാർമ ബീസൊക്കെ അക്യുമുലേറ്റ് ചെയ്യാന്നുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് അതിലത്തെ ഒരു സ്റ്റോക്കാണ് ഈ ഒരു സ്റ്റോക്ക് മെട്രോപോലീസ് എന്ന് പറഞ്ഞൊരു സ്റ്റോക്ക്. ഈ ഒരു സ്റ്റോക്കിൻ്റെ ചാർട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു വീക്ക്ലി ചാർട്ട് എടുക്കാം. വീക്ക്ലി ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റോക്കിൻ്റെ നല്ലൊരു റേഞ്ച്, ഒരുപാട് നാളത്തെ ഒരു റേഞ്ച്, ഒരു ബ്രേക്കൗട്ടിന് കിട്ടാനുള്ള സാധ്യതയുണ്ട്. സ്റ്റോക്കിൻ്റെ ഹൈ പോയത് 894 വരെ പോയൊരു സ്റ്റോക്കാണ്. അതിന് ശേഷം നല്ലൊരു ഫോള് ഈ ഒരു സ്റ്റോക്കിൽ വന്നു. അതിനുശേഷം ഒരുപാട് നാൾ കൺസോൾഡേറ്റ് ചെയ്ത് താഴത്തോട്ട് വന്നു. പിന്നെ മേലെ പോയി ആ റേഞ്ച്, ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്യാൻ പറ്റാണ്ട് താഴത്തോട്ട് വന്നു. രണ്ടാമത്തെ തവണ വന്നു, മൂന്നാമത്തെ തവണ വന്നു. അപ്പോൾ ഒരുപാട് തവണ ആ റേഞ്ച് വന്നിട്ട് ബ്രേക്കൗട്ട് കിട്ടാണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം വീണ്ടും ആ റേഞ്ചിലോട്ട് വന്ന് ഒരു അക്യുമുലേഷൻ നടക്കും എന്നുള്ളത്. ഇപ്പോൾ എക്സാക്ട്ലി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റോക്കിൽ ഒരു 2, 4, 6, 7 ആഴ്ചയായിട്ടൊരു റേഞ്ച് ബൗണ്ടാണ്. ആ ഒരു അക്യുമുലേഷൻ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ആ റേഞ്ച് ബൗണ്ട് മാർക്കറ്റാണ് ഇപ്പോൾ കാണുന്നത്. ഇതിലേക്ക് നമുക്കൊരു എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 579 മുകളിലോട്ടൊക്കെ നല്ലൊരു ക്യാൻഡലിൻ്റെ ക്ലോസിങ് കിട്ടുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി ആഡ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് പേപ്പർ ട്രേഡ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഒരിക്കലും ബൈസൽ റെക്കമെൻഡേഷൻ അല്ല. അത് നിങ്ങൾക്ക് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. ചില സമയങ്ങളിൽ വിട്ടുപോകും, കാരണം നമ്മൾ വൺ ഷോട്ടിന് വീഡിയോ എടുക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങളൊന്നും ഓർത്ത് വെച്ച് അങ്ങനെ പറയാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളധികം കട്ടിങ് ഒന്നും ചെയ്യേണ്ട. നമ്മൾ ഈസി ആയിട്ട് തന്നെ ഒറ്റ ഷോട്ടിന് തന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ആളുകൾക്ക് മനസ്സിലാവാനും, ഇതിലെന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, അതിലേക്ക് ചോദിക്കാവുന്നതാണ്. ചില സമയങ്ങളിൽ നമ്മൾ പറയുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ സംഭവിക്കും, അത് നോർമലാണ്. അപ്പം നമ്മൾ ഇങ്ങനെ പറയുന്ന സ്റ്റോക്കുകളൊക്കെ നിങ്ങൾക്കൊരു അപ്ഡേഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്യുക. അപ്പോൾ അവിടെ നിങ്ങൾക്ക് നമുക്ക് ഈ സ്റ്റോക്കിൻ്റെ ബ്രേക്കൗട്ടൊക്കെ വരുന്ന സമയത്ത് ഞാൻ ഗ്രൂപ്പിൽ ആണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. ആരെങ്കിലും ഒന്ന് റിമൈൻ ചെയ്യുകയാണെങ്കിൽ. അല്ലാണ്ട് നമുക്ക് ഇങ്ങനെ പറഞ്ഞ് വീഡിയോ ചെയ്ത് അങ്ങനെ പോവുള്ളൂ. അല്ലാണ്ട് നമുക്ക് ഇത് പ്യുവറായിട്ട് ക്ലിയറായിട്ട് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടണം എന്നുള്ള ആളുകൾക്ക് ഈ സ്റ്റോക്കൊക്കെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ട് ഈ റേഞ്ചൊക്കെ ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഗ്രൂപ്പിൽ വന്നിട്ട് ചോദിക്കാവുന്നതാണ്. ഇത് നല്ല ബ്രേക്ക് ഔട്ടാണോ, എൻട്രി എടുക്കാൻ പറ്റുമോ, അതുപോലെ ഈ റേഞ്ചിൽ നിന്ന് എടുക്കുക എന്നുള്ളതൊക്കെ പേപ്പർ ട്രേഡ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. അവിടെ കയറിയിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ പബ്ലിക് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് അവിടെ മെസ്സേജൊക്കെ അയക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട്. പ്രൈവറ്റ് നമ്മൾ ലോക്ക് ചെയ്തിട്ട് വെച്ചിട്ടൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് നിങ്ങൾക്ക് നോക്കാം. അതുപോലെ ഇതിൻ്റെ റിസൾട്ട് ഞാൻ നോക്കിയിട്ടില്ല, അതും കൂടി ഒന്ന് വാച്ച് ചെയ്യുക. നമ്മളെപ്പോഴും പറയുന്ന സ്റ്റോക്കുകളുടെ റിസൾട്ട് കൂടി നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നല്ല റിസൾട്ട് ആണെന്ന്, എന്നിട്ട് അതിനുള്ളൊരു ബ്രേക്കൗട്ട് കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി പ്രോബിലിറ്റി കൂടുകയാണ് ചെയ്യുക. ചില സമയങ്ങളിൽ നല്ല മൂവ്മെൻറ്റ് അങ്ങനെ വരുമെന്ന് വിചാരിച്ചിട്ട് റിസൾട്ട് നോക്കുമ്പോൾ വളരെ മോശം റിസൾട്ട്, അതുപോലെ FISDAs ഒക്കെ അവരിന്ന് സെല്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊക്കെ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ഫേക്ക് ബ്രേക്കൗട്ട് കിട്ടാനുള്ള സാധ്യതയാണ് കൂടുതലാണ്. പക്ഷേ നമ്മൾ സ്റ്റോക്ക് നല്ല രീതിയിൽ മൂവ് ചെയ്യുന്നുണ്ട്, ഒരു ബ്രേക്കൗട്ട് റേഞ്ചാണ്. കൂടാതെ സ്റ്റോക്കിൻ്റെ റിസൾട്ടും നല്ലതാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റോക്കിൽ കുറച്ചുകൂടി നമുക്ക് ധൈര്യമായിട്ട് എൻട്രി എടുക്കാനുള്ള എൻട്രി കിട്ടാനും അതുപോലെ സ്റ്റോക്ക് മൂവ് ചെയ്യാനുള്ള സാധ്യത കുറച്ചുകൂടിയും കൂടുതലാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ വാച്ച് ചെയ്ത് നോക്കുക. സ്ക്രീനർ എന്ന് പറഞ്ഞ വെബ്സൈറ്റിലൊക്കെ കയറിയിട്ട് നിങ്ങൾ അതിൻ്റെ കഴിഞ്ഞ 2-3 ക്വാർട്ടർ റിസൾട്ടുകളൊക്കെ ഒന്ന് പരിശോധിക്കുക. എന്നിട്ട് നോക്കിയിട്ട് മാത്രം എൻട്രികളൊക്കെ നോക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് നാളെ ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. നമ്മൾ പറഞ്ഞ പോലെ ടെലിഗ്രാം ഗ്രൂപ്പ് ഒന്ന് ജോയിൻ ചെയ്യുക. അതുപോലെ വീഡിയോ കാണുന്നവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.